ശ്രീ മോഹൻലാൽ നമുക്കൊപ്പമുണ്ട്. ശ്രീ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഇനിയില്ല. ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണുകയായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് അദ്ദേഹം മടങ്ങുകയാണ്. എങ്ങനെ ഓർമ്മിക്കുന്നു ആ ഒരു കാലം? എന്താ പറയേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് പോലും അറിയില്ല. സത്യനന്ദിക്കാടിന് വാക്കുകൾ മുഴുമിപ്പിക്കാൻ പോലും കഴിയാതെയും പോയി. ശ്രീ മോഹൻലാൽ. ശ്രീനിവാസന് രാവിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അസ്വാസ്ഥ്യം ഉണ്ടായിട്ടാണ് തൃപ്പൂണിത്തുറ പോയത്. അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചിരുന്നു. ഓ, വളരെ അടുത്ത കാലത്ത് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പുള്ളി അന്ന് സർജറി കഴിഞ്ഞ ആ വൈകിട്ടായിരുന്നു, ICUവിലായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകാനൊരു ബുദ്ധിമുട്ടും പിന്നെ എനിക്കും കുറച്ച് സുഖമില്ലായിരുന്നു. കുറച്ച് അസുഖത്തിലായിരുന്നു. അസുഖം അങ്ങനെയാണല്ലോ അത്. കുറച്ച് ആരോഗ്യം ശ്രീനിയുടെ കുറച്ച് മോശമായിരുന്നു. ഞങ്ങൾ അവസാനം കണ്ട ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിരുന്നു. അല്ലാതൊക്കെ ശ്രീനിയായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു. ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, പ്രിയദർശൻ, ഞാൻ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു യാത്രയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ കൂടുതലും ശ്രീനിവാസന് സത്യനന്ദിക്കാടും പ്രിയദർശനായിട്ടാണ്. കാര്യം അവരാണ് ഒരുമിച്ചിരിക്കുകയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ആക്ടർ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ് എന്നുള്ളതിലുപരി ഒരുപാട് വൈകാരിക ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞ പോലെ പെട്ടെന്ന് എന്താണ് ശ്രീനിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് മലയാളിക്കും കേരളത്തിനും മലയാളത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപിടി ഓർക്കാവുന്ന സിനിമകൾ. അതായത് അത് തമാശയാണെന്ന് തോന്നുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ വളരെയധികം സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമറാണ്. സർക്കാസം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ, ഞാനായിട്ട് അഭിനയിച്ച സിനിമകളോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എഴുതിയ സിനിമകൾ അല്ലാത്ത സിനിമകൾ പോലും എന്നും ഓർക്കാവുന്ന ആ ഒരു ഇറയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ശ്രീ മോഹൻലാൽ, ഞാനിപ്പോൾ ഒരു ദൃശ്യം ഞങ്ങൾ കാണിക്കായിരുന്നു. നാടോടിക്കാറ്റിലെ അരങ്ങും. അങ്ങ് പോക്കറ്റിൽ ദാസൻ്റെ വിജയൻ്റെ പോക്കറ്റിലേക്ക് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ താങ്ക്സ് ഒന്നും പറയുന്നില്ല. ഒരു നോട്ടോ ഒരു ചിരിയും കൊണ്ട് തിരിഞ്ഞു പോവുകയാണ്. എനിക്കൊന്നും ആ സിനിമയിലെ ഏറ്റവും ടച്ചിങ് സീനുകളാണ്. ഒരു അതിഭാവുകത്വം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോഴും ആ കോൺട്രാക്ടറുണ്ട്, ഇപ്പോഴും സേതുവേട്ടനുണ്ട് നമ്മുടെയൊക്കെ ചുറ്റിലും, വീട്ടിനകത്തും പുറത്തും ഒക്കെ. അതെ, എന്താ പറയാ, എനിക്കതിനെ കുറിച്ചൊന്നും പറയാനിപ്പോൾ പറ്റുന്നില്ല. എന്തായാലും ഒരു ഒരു വലിയ ഒരു എന്താണ്, സിനിമയിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് പ്രത്യേകതകളുള്ള ആളായിരുന്നില്ല ശ്രീനി. അപ്പം ആ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നവർക്കാണ് ശ്രീനിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫാൽക്കെ പുരസ്കാരം കിട്ടിയതിന് ശേഷവും അദ്ദേഹമായിട്ട് കണ്ടിരുന്നു. എനിക്കൊന്ന് ദൃശ്യത്തിന്റെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് കുറച്ച് സുഖമില്ല. അതൊന്ന് വീണു, കാലൊക്കെ ഫ്രാക്ചർ ആയി, അപ്പം ഹോസ്പിറ്റലൊക്കെ ആയിപ്പോയി. പക്ഷെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബവും മകനുമായിട്ടൊക്കെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ അവിടെ പോയി കാണാനുള്ളൊരു കാര്യം പറ്റിയില്ല, ഹോസ്പിറ്റലും പറ്റിയില്ല. എന്തായാലും വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് എല്ലാവരും, ശ്രീനി അറിയാവുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള എല്ലാവരും. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഈ മല്ലിക ചേച്ചി പറയുന്നു, ജീവിതത്തിൽ അഭിനയിക്കാത്ത ഒരു അപൂർവം ചില മനുഷ്യരിൽ ഒരാളായിരുന്നു എന്നായിരുന്നു. അതാ പറഞ്ഞ, ഒരുപാട് പ്രത്യേകതകളുള്ള ആളായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വളരെയധികം സങ്കടം. ഞാൻ ശ്രീനിവാസന്റെ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.